ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ശ്വേതാദ്രീശ്വര ഗോവിന്ദ പരമകൃപാലയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ. സഭയിൽ സജീവമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നാരദൻ ഉപദേശമൊക്കെ കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവാണ് പിന്നെ സംസാരിച്ചത്. ഭഗവാനെ വാസുദേവ, അങ്ങയുടെ വാക്ക് കേട്ടാലും മതി വരുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ നടക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്താ ചെയ്യുക? ധാർമ്മികമായ ചിന്തകളൊന്നും ദുര്യോധനൻ്റെ മനസ്സിൽ കയറുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് തന്നെ ദുര്യോധനനെ ഉപദേശിച്ച് അവൻ്റെ ദുർബുദ്ധിയൊക്കെ മാറ്റി അനുനയിപ്പിക്കൂ. അങ്ങല്ലാതെ മറ്റാർക്കും ഇത് സാധ്യമാവില്ല. ഉടനെ ഭഗവാൻ എഴുന്നേറ്റ് ദുര്യോധനനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. പൂജ്യനായ ദുര്യോധന, ലോകത്തിൽ പേര് കേട്ട ഒരു വംശത്തിൻ്റെ അധിപനാണ് അങ്ങ്. അങ്ങയുടെ ജീവിതം ആ വംശചരിത്രത്തിന് ഒരിക്കലും കളങ്കമായി തീരരുത്. പാണ്ഡവർ ഒരിക്കലും അങ്ങയുടെ ശത്രുക്കളല്ല, അങ്ങയുടെ ബന്ധുക്കളാണ് എന്ന് ഓർക്കണം. ധർമ്മത്തെ ശരിക്കറിയാവുന്ന ഗുരുജനങ്ങളുടെ ഉപദേശത്തെ അങ്ങ് സ്വീകരിക്കണം. ദുർബുദ്ധികൾ, അധാർമികകൾ, പ്രാകൃതന്മാർ ഇവരുടെ ഒന്നും ഉപദേശം ഒരിക്കലും സ്വീകരിക്കരുത്. യുദ്ധം അനിവാര്യമല്ല, അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും ആണ്. അജയ്യരായ യോദ്ധാക്കളാണ് പാണ്ഡവരെ. അവരെ ശത്രുക്കളാക്കുന്നത് നല്ലതല്ല. അത് വിഡ്ഢിത്വവും ബുദ്ധിശൂന്യതയും തന്നെയാണ്. എന്നോടുകൂടി ഗാണ്ഡീവം തൊടുത്ത് പോർക്കളത്തിലെത്തുന്ന അർജുനനെ തടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ക്രുദ്ധനായ ഭീമസേനൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാം നിഷ്പ്രഭരായി പോവും. അത് ഓർക്കണം. അതുകൊണ്ട് പാണ്ഡുപുത്രരുമായിട്ട് ഉടനെ തന്നെ സന്ധി ചെയ്ത് വംശവും വംശപാരമ്പര്യവും നിലനിർത്താൻ നോക്കൂ. അതാണ് ബുദ്ധിപൂർവമായ പ്രവൃത്തി. ഇങ്ങനെയാണ് ഭഗവാൻ ദുര്യോധനനെ ഉപദേശിച്ചത്. പിന്നീട് ഭീഷ്മപിതാമഹനാണ് ദുര്യോധനനെ ഉപദേശിച്ചത്. ബന്ധുക്കളുടെ ശ്രേയസ്സിനും നിലനിൽപ്പിനും വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്ന ആ വാസുദേവൻ്റെ വാക്ക് കേൾക്കൂ ദുര്യോധന. അതൊരിക്കലും തട്ടിക്കളയരുത്. ഭഗവാന്റെ വാക്യത്തെ അവഗണിക്കുന്നത് വലിയ ആവൽക്കരാണ്. അതുകൊണ്ട് ദുര്യോധന, ക്രോധത്തെ അങ്ങോട്ട് മാറ്റിവെക്കൂ. എന്നിട്ട് വിവേകത്തോടു കൂടി കാര്യങ്ങളെ നോക്കി കാണൂ. ഇത്രയും ഭീഷ്മപിതാമഹൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദ്രോണാചാര്യരും അതേ അഭിപ്രായം തന്നെ സഭയിൽ അവതരിപ്പിച്ചു. ഭീഷ്മാചാര്യൻ പിന്നെയും പറയാണ്, ദുര്യോധന, ഭഗവാന്റെ വാക്കുകളെ തട്ടിക്കളയരുത് എന്ന് ഞാൻ വീണ്ടും പറയണു. പാണ്ഡവരോട് സന്ധി ചെയ്യൂ, വംശത്തെ നിലനിർത്തൂ. വന്നു ചേർന്ന ഐശ്വര്യത്തെ ഒരിക്കലും പുറങ്കാലുകൊണ്ട് തട്ടിക്കളയരുത് ദുര്യോധന. ഇതെല്ലാം കേട്ടിരുന്ന ദുര്യോധനൻ ഭഗവാനെയും സദസ്സിനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, പരാജയമില്ലാത്തവരാണ് പാണ്ഡവരെന്ന് അങ്ങ് പറയണ്ടായല്ലോ. അവരല്ലേ ചൂതിൽ തോറ്റ് കാട്ടിൽ തെണ്ടി നടക്കേണ്ടതായിട്ട് വന്നത്. ചൂതുകളിയിൽ തോറ്റ് അവരെല്ലാം പണയം വെച്ചവരാണ്. അവർക്ക് ഒന്നും കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. ഇനിയിപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് അവർക്ക് കൊടുക്കാമെന്ന് പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ഞാനാണ്. എൻ്റെ അഭിപ്രായത്തിനാണ് ഇപ്പോൾ വില. ഞാൻ ആരോടും ഒരു പ്രതിജ്ഞയും ചെയ്തിട്ടില്ല. അങ്ങ് പറയുന്നത് പോലെ ഇത്ര വലിയ പൗരുഷശാലികളാണ് പാണ്ഡവർ എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ അവരിപ്പോൾ സന്ധിക്ക് പുറപ്പെട്ടേക്കണത്? യുദ്ധം ചെയ്ത് അവർക്ക് അവകാശപ്പെട്ടത് പിടിച്ചു വാങ്ങട്ടെ. അതാണ് ക്ഷത്രിയൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഭീരുക്കളെ പോലെ സന്ധിക്ക് വരികയല്ല. എൻ്റെ കൂടെയുള്ള ഭീഷ്മർ, ദ്രോണർ, കൃപൻ, കർണൻ ഇവരൊന്നും ദേവന്മാർക്ക് പോലും ജയിക്കാൻ കഴിയാത്തവരാണ്. പിന്നെയാണോ ഈ നിസ്സാരനായ പാണ്ഡവന്മാർ? കൃഷ്ണ, പാണ്ഡവർക്ക് എൻ്റെ രാജ്യത്ത് സൂചി കുത്താനുള്ള ഇടം പോലും ഞാൻ കൊടുക്കാൻ തയ്യാറല്ല. ഉടനെ തന്നെ ദുശ്ശാസനൻ എഴുന്നേറ്റ് നിന്നു. സഭയോടല്ല, ചേട്ടനോടാണ് സംസാരിക്കുന്നത്. ചേട്ടാ, ഇവരുടെ പോക്ക് കണ്ടാൽ എനിക്കത്ര പിടിക്കണില്ല.
ഇവർ നമ്മളെ എല്ലാവരെയും പിടിച്ചു കെട്ടി പാണ്ഡവർക്ക് സമ്മാനിക്കുന്ന മാതിരിയാണ് തോന്നണത്. ഇത് മുൻകൂട്ടി കണ്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ അവതാളത്തിലാവും. അതുകൊണ്ട് കരുതൽ നടപടിയാണ് ഇപ്പോൾ വേണ്ടത് എന്ന് പറഞ്ഞ് ദുശ്ശാസനൻ ചേട്ടനെ ഉപദേശിച്ചു. സന്ധ്യ സംഭാഷണം ഏതാണ്ട് അലസി പിരിയുന്ന വാക്കോളം എത്തിക്കഴിഞ്ഞു. ദുര്യോധനൻ്റെ മുഖം ചുമന്നു. ദുശാസനൻ്റെ ഈ വാക്കുകളും കൂടിയും കേട്ടപ്പോൾ ദുര്യോധനൻ്റെ മുഖം ചുമന്നു. ആകെ ഒന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിൽ തോന്നിയിട്ട് ആരോടും പറയാണ്ട് ധിക്കാരത്തോട് കൂടിയിട്ട് ദുര്യോധനൻ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ഇറങ്ങിപ്പോക്ക് തികച്ചും മര്യാദ കെട്ട ഒരു പെരുമാറ്റമായിട്ട് തന്നെയാണ് സഭാവാസികൾക്ക് എല്ലാവർക്കും തോന്നിയത്. ഇത്രയും മാന്യമായൊരു സദസ്സിൽ വെച്ചിട്ട് തൻ്റെ മോൻ ഭഗവാനെ ഇങ്ങനെ അപമാനിച്ചല്ലോ എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിന് വലിയ കുണ്ഠിതമുണ്ടായി. അദ്ദേഹം ഉടനെ വിതുരനോട് പറഞ്ഞു, ഗാന്ധാരിയെ വിളിച്ചുകൊണ്ടിരും. വിതുരൻ പോയി ഗാന്ധാരിയോട് സഭയിൽ നടന്ന് വിവരങ്ങളെല്ലാം വിവരിച്ചു. അവിടുന്ന് സഭയിലേക്ക് വരണം എന്നാണ് മഹാരാജാവിൻ്റെ കൽപ്പന. ഗാന്ധാരിയെ അങ്ങനെ സഭയിൽ കൊണ്ടുവന്നു. അവിടെ എത്തിയപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു, റാണി, നമ്മുടെ മോനെ വിളിച്ച് നല്ല ബുദ്ധി ഉപദേശിക്കാൻ നോക്കൂ. വിതുരൻ തന്നെ പോയി ദുര്യോധനനോട് പറഞ്ഞു, അപ്പോൾ പുറത്ത് സഭ കൂടി ഇങ്ങനെ നിൽക്കേണ്ടവരെ അച്ഛനും അമ്മയും വിളിക്കണു, അങ്ങോട്ട് വരുമെന്ന്. മനസ്സില്ല, മനസ്സോട് കൂടിയിട്ടാണ് ദുര്യോധനൻ വീണ്ടും സഭയിലേക്ക് വന്നത്. അപ്പോൾ ഗാന്ധാരി പറയാണ്, മകനെ, കാമലോഭങ്ങളെ കൊണ്ട് മാത്രം രാജ്യം ഭരിക്കാൻ കഴിയില്ല. ഇന്ദ്രിയങ്ങൾക്ക് അടക്കം വേണം, മനസ്സിന് നിയന്ത്രണം വേണം. കാമലോഭങ്ങളെ വിജയിച്ചവർക്ക് മാത്രമേ രാജ്യശ്രീ നിലനിർത്താൻ കഴിയൂ. ലോഭം വളർന്ന് അധർമ്മമായി സജ്ജനങ്ങളുടെ സതുപദേശങ്ങളെ കേൾക്കാത്ത അധാർമികൾക്കുള്ളതല്ല രാജ്യാധികാരം. അധർമ്മം കൊണ്ട് നിലനിൽപ്പുണ്ടാവില്ല. ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെ, ഈ രാജ്യം ഐശ്വര്യമായി ഭവിക്കാൻ വേണ്ടി തന്നെ തനിക്ക് അർഹതപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച ഭീഷ്മ പിതാമഹനെ വേണം നീ മാതൃകയായി സ്വീകരിക്കാൻ. അല്ലാതെ ഈ ദുഷിച്ച കൂട്ടുകാരുടെ ഉപദേശങ്ങൾ കേട്ട് നടക്കുകയല്ല വേണ്ടത്. ഭീഷ്മ പിതാമഹനും അച്ഛനും പറയുന്നത് പോലെ പാണ്ഡവരുമായിട്ട് സന്ധി സംസാരിക്കൂ. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നല്ലത് മാത്രമേ വരൂ, സംശയം വേണ്ട. ഗാന്ധാരിയുടെ ഈ ഉപദേശം കേൾക്കുന്നത് കഴിയുന്നത് വരെ ദുര്യോധനൻ ഒരു അതൃപ്തിയായ മുഖത്തോടു കൂടി സഭയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ എഴുന്നേറ്റ് പിന്നെയും പുറത്തേക്ക് പോയി. ദുര്യോധനൻ, ശകുനി, ദുശ്ശാസനൻ, കർണൻ എല്ലാവരും കൂടി ഒരു മൂലയിൽ നിന്ന് വീണ്ടും കുശുകുശിക്കാണ്. അപ്പം ഈ ദുശ്ശാസനൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ പിടിച്ചു കെട്ടി പാണ്ഡവർക്ക് കൊടുക്കുകയാണെന്ന്. ഇത് ദുര്യോധനനെ ഒരു പേടി പിടിപ്പിച്ചു. ഇപ്പോൾ ഇതെന്താ ചെയ്യുക, അവരങ്ങനെ ചെയ്താലോ? അവരെ എതിർത്ത് നിൽക്കാനുള്ള കൽപ്പൊന്നും നമ്മളെ കൊണ്ട് പോരാ. ഭീഷ്മ പിതാമഹൻ്റെ മുമ്പിലും ദ്രോണാചാര്യരുടെ മുമ്പിലൊന്നും നമ്മളൊന്നുമല്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാലാവുന്നൊരാദ്യം കയറി ദുര്യോധനൻ. അപ്പം ശകുനി പറയാണ്, അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് നമ്മൾ കൃഷ്ണനെ അങ്ങോട്ട് പിടിച്ച് കെട്ടുക. കൃഷ്ണൻ ബന്ധിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പാണ്ഡവരും വൃഷ്ണികളും ഒക്കെ ദുർബലരാവും, ഒക്കെ പേടിക്കും. പിന്നെ ആരും ഈ യുദ്ധത്തിനൊന്നും വരില്ല. അപ്പം എല്ലാവരും പറഞ്ഞു, അത് ശരിയാ, അതാണിപ്പോൾ ചെയ്യേണ്ടത്. അങ്ങനെയായി ഇവരുടെ അഭിപ്രായം. ഭഗവാനെ, ഈ ദുഷിച്ച കൂട്ടുകെട്ടുകളിലൊന്നും നമ്മളെ കൊണ്ടുപോയി ചാടിക്കല്ലേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.